കേരളത്തിന് അറിയേണ്ടത് ഹൈക്കമാൻഡ് അവസാന സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പോസ്റ്ററുകൾ അടക്കം അച്ചടിച്ച ചില സ്ഥാനാർത്ഥികളുടെ പേര് പുതിയ പട്ടികയിലില്ല. ഹരിയാനയെപ്പോലെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കോടികൾ ആരെങ്കിലും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് നൽകിയിട്ടുണ്ടോ? അക്കാര്യം വ്യക്തമാക്കേണ്ടത് KC വേണുഗോപാലാണ്. കാരണം കോൺഗ്രസിൻ്റെ ഒരു ശീലമാണ് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് പണം നൽകുക എന്നത്. അതാണ് ഹരിയാനയിൽ നിന്ന് പുറത്തു വന്നത്. ഹരിയാനയിൽ 7 കോടി രൂപ ഒരു സ്ഥാനാർത്ഥി തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കോടികളാണ് സ്ഥാനാർത്ഥികളാകാൻ മോഹിക്കുന്നവർ കോൺഗ്രസിന് നൽകുന്നത്. ഇത്തരത്തിൽ കോടികൾ കോൺഗ്രസിന് കിട്ടിയതുകൊണ്ടാണ് ദേശീയ നേതാക്കൾക്കും അവരുടെ PAമാർക്കും പണം നൽകിയിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വം ഒന്നും പ്രതികരിക്കാത്തത്. ദൗർഭാഗ്യവശാൽ നിയമസഭാ സീറ്റിന് വേണ്ടി കോടികൾ കൈക്കൂലി കൊടുത്ത സംഭവത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതർഹിക്കുന്ന ഗൗരവത്തിൽ വാർത്തകൾ പുറത്തുവിടുന്നില്ല എന്നതാണ്. ഇടതുപക്ഷം കേരളത്തിൽ വികസനവും ക്ഷേമവും മാത്രം ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണരാഷ്ട്രീയ നേതൃത്വത്തിന് അഴിമതി നടത്താനുള്ള ചിന്ത പോലുമില്ല. ജനങ്ങളുടെ വികസനം, ക്ഷേമം, ഇതാണ് ലക്ഷ്യം. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഇതും ഇടതുപക്ഷ ഭരണത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസും BJPയും ഭരിക്കുന്ന ഉത്തരേന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിലും നാടിൻ്റെ വികസനമോ ജനങ്ങളുടെ ക്ഷേമമോ സാമൂഹ്യ പുരോഗതിയോ ഒന്നും ഉണ്ടാവുന്നില്ല. അവിടങ്ങളിൽ അദാനിമാരുടെയും അംബാനിമാരുടെയും സ്വത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും വിധത്തിലുള്ള സ്വകാര്യവൽക്കരണ നടപടിയാണ് നടക്കുന്നത്. കേരളം അതല്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ജനപക്ഷ വികസന ബദൽ നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നെല്ലാവരും തിരിച്ചറിയുന്നത്. കഴിഞ്ഞ 2 ദിവസമായി രമേശ് ചെന്നിത്തല ഒരാരോപണം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞത് സഹകരണ സ്ഥാപനങ്ങൾക്കായുള്ള ഒരു സോഫ്റ്റ്വെയർ, ബാങ്കിങ് ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർ ഏകീകൃതമായി നടപ്പാക്കാൻ വേണ്ടി സർക്കാർ ടെൻഡർ വഴി താൽപ്പര്യമുള്ളവരെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആദ്യ ടെൻഡറിൽ ക്വാളിഫൈ ചെയ്തത് ടാറ്റ കൺസൾട്ടൻസി സർവീസസാണ്. പക്ഷേ അവർ ആ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങി. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സമിതിയെ സർക്കാർ നിയോഗിച്ചു. വീണ്ടും ടെൻഡർ ക്ഷണിച്ചു. അതിൽ 2 പേരാണ് കോട്ട് ചെയ്തത്. 2ഉം സഹകരണ സ്ഥാപനങ്ങളാണ്. ഒന്ന് ദിനേശ് സോഫ്റ്റ്വെയർ, 2 മിഡ്കോ. ദിനേശ് സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ദിനേശ് ബീഡി കമ്പനിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന, വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പ്രമോദ് പ്രസിഡൻ്റായ ഒരു സ്ഥാപനമാണത്. 2 പേരിൽ അതിൻ്റെ ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ഒരു കൂട്ടരെ തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോഴാണ് പുതിയ ആരോപണം ഉയർന്നു വരുന്നത്. യഥാർത്ഥത്തിൽ ടെൻഡർ പോലും ഫൈനലൈസ് ചെയ്ത് കമ്പനി അതിൻ്റെ കാര്യങ്ങൾ നീക്കിയില്ല, അവർക്ക് പണവും കൊടുത്തിട്ടില്ല എന്നത് വസ്തുതയായിരിക്കെ ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കി പോകുന്ന ചെന്നിത്തലയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്.
അത് മിക്കവാറും കോൺഗ്രസ് ഭരിക്കുന്ന മിഡ്കോ ഭാരവാഹികളായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറയുന്നത് പോലെയാണ് അക്കൂട്ടരുടെ സമീപനം. ഇതിൽ ഒരു അഴിമതിയുമില്ല. ടെൻഡർ ഫൈനലൈസ് ചെയ്തൊരു കമ്പനിയെ തിരഞ്ഞെടുത്ത് അവർ വർക്ക് ആരംഭിച്ച് അവർക്ക് പണം കൊടുത്താലല്ലേ അതിൽ വല്ല അഴിമതിയും ഉന്നയിക്കാൻ കഴിയാം? എല്ലാം സുതാര്യമാണ്. മാത്രമല്ല, ദിനേശ് സോഫ്റ്റ്വെയർ കേരളത്തിൽ 29 വർഷക്കാലത്തെ പരിചയം സോഫ്റ്റ്വെയർ രംഗത്തുണ്ട്. ദിനേശ് ബീഡി പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴാണ് IT അടക്കമുള്ള ഇതര മേഖലയിൽ ആ സഹകരണ സ്ഥാപനം വൈവിധ്യവൽക്കരണം ആരംഭിച്ചത്. ഒരു സഹകരണ സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ ദിനേശ് സോഫ്റ്റ്വെയർ കമ്പനി. അതുകൊണ്ട് വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതികളിൽ പരാജയം മാത്രം നേരിടേണ്ടി വന്ന കോൺഗ്രസിൻ്റെ അതേ ഗതിയായിരിക്കും ചെന്നിത്തലയുടെ ഈ ആരോപണത്തിനും ഉണ്ടാവുക. അതിനർത്ഥം BJPയുമായി ഡീലിൽ CPMനല്ലെന്നും അത് കോൺഗ്രസിനാണെന്നുമുള്ള സമ്മതി പത്രമാണല്ലോ. അത് കോൺഗ്രസ് നേതാക്കൾ ആദ്യം പറയട്ടെ. ഞങ്ങൾ ഒരു വർഗീയതയുമായും യോജിക്കുന്ന കൂട്ടരല്ല. ഉറച്ച മതനിരപേക്ഷ നിലപാടാണ് CPMനും ഇടതുപക്ഷത്തിനും.